സ്മാർട്ട് സിറ്റി റോഡ് ഉദ്ഘാടനത്തിൽ നിന്ന് വിട്ടുനിന്നത് ഭിന്നതയെ തുടർന്നെന്ന വാർത്ത തള്ളി മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ആരോഗ്യപരമായ കാരണങ്ങളാൽ ഉച്ചയ്ക്ക് ശേഷമുള്ള 3 പരിപാടികൾ മുഖ്യമന്ത്രി റദ്ദാക്കിയിരുന്നു എന്നാണ് വിശദീകരണം. പ്രചാരണ ഫ്ലക്സ് ബോർഡുകളിൽ നിന്ന് ഒഴിവാക്കിയതിലെ പരാതി തദ്ദേശ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് അറിയിച്ചതിന് പിന്നാലെ ഉദ്ഘാടനത്തിൽ നിന്ന് മുഖ്യമന്ത്രി വിട്ടുനിന്നു എന്നായിരുന്നു റിപ്പോർട്ട്. ഉമേഷ് ബാലകൃഷ്ണൻ വിശദാംശങ്ങളുമായി. ഉമേഷ്, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വരുന്ന വിശദീകരണം എന്താണ്? ഇത് പൊതുമരാമത്ത് മന്ത്രിയും തദ്ദേശ വകുപ്പ് മന്ത്രിയും തമ്മിലുള്ള ഒരു ഭിന്നതയെ തുടർന്നാണ്. തന്റെ പേരോ ചിത്രമോ ഒന്നും ഫ്ലക്സ് ബോർഡിൽ ഇല്ല, അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുത്തുമില്ല എന്നൊക്കെയുള്ളത്. എം.ബി. രാജേഷ് അത്തരത്തിലേക്ക് ആ വാർത്ത പുറത്തു വന്നതാണ്. ഇപ്പോൾ ഓഫീസിന്റെ വിശദീകരണം എന്താണ്? CMOയുടെ വിശദീകരണം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ വാർത്ത തള്ളുകയാണ്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയതാണ്. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു, ആരോഗ്യ പ്രശ്നങ്ങളാൽ മുഖ്യമന്ത്രി ഉച്ചയ്ക്ക് ശേഷമുള്ള 3 പരിപാടികളിൽ പങ്കെടുക്കില്ല എന്നുള്ളത് അറിയിച്ചതാണ്. എന്നാൽ അതിനുശേഷമാണ് പുതിയ വിവരങ്ങൾ പുറത്തു വന്നത്. എന്തായാലും നേരത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഔദ്യോഗികമായി അറിയിച്ച വിവരം തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. അതായത് മുഖ്യമന്ത്രിക്ക് ഉച്ചവരെയുള്ള പരിപാടികളിൽ മുഖ്യമന്ത്രി പങ്കെടുത്തു. ഉച്ചയ്ക്ക് ശേഷമുള്ള 3 പരിപാടികളുണ്ടായിരുന്നു. ആ 3 പരിപാടികളിലും പങ്കെടുക്കാൻ ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ നടന്നില്ല. അത് ഈ പരിപാടിയുടെ സംഘാടകരെ അറിയിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള 3 പരിപാടികളിലും പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഉയരുന്ന വാർത്തകൾ അത് അവാസ്തവമാണ്. സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ശോഭ കെടുത്താൻ വേണ്ടിയുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നത്. എന്തായാലും ഇന്ന് രാവിലെ പുറത്തുവന്ന വിവരങ്ങൾ ഇപ്രകാരമാണ്. അതായത് കഴിഞ്ഞ 16-ാം തീയതിയാണ് സ്മാർട്ട് സിറ്റി റോഡുകളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രിയും മുഹമ്മദ് റിയാസും ചേർന്ന് നിർവഹിക്കാൻ തീരുമാനിച്ചിരുന്നത്. അവസാന നിമിഷം മുഖ്യമന്ത്രി പരിപാടിയിൽ പങ്കെടുക്കില്ല എന്നറിയിച്ചു. അന്ന് പറഞ്ഞിരുന്നത് ഇതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാണ് പങ്കെടുക്കാത്തത് കാരണമായി പറഞ്ഞിരുന്നത്. അതിനുശേഷം മുഹമ്മദ് റിയാസ് ഈ റോഡുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പക്ഷേ ഇതിൽ വിവാദമാവാൻ കാരണം ഈ സ്മാർട്ട് സിറ്റി റോഡുകൾ അതിൻ്റെ പണം ചെലവാക്കിയതിൽ ഭൂരിഭാഗവും തദ്ദേശ സ്വയംഭരണ വകുപ്പ് തന്നെയാണ്. അതായത് 200 കോടി രൂപ നിർമ്മാണ ചെലവ്, അതിൽ 80 കോടി രൂപ വീതം കേന്ദ്രവും സംസ്ഥാനവും മുടക്കി. സംസ്ഥാനം മുടക്കിയത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ അക്കൗണ്ടിൽ തന്നെയാണ് പോയത്. ബാക്കി തുക തിരുവനന്തപുരം കോർപ്പറേഷനും മുടക്കി. അതുകൊണ്ട് തന്നെ ഈ റോഡിന്റെ നിർമ്മാണത്തിന്റെ അവകാശി എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്. ഇതിന്റെ നിർമ്മാണ ചുമതല കേരള റോഡ് ഫണ്ട് ബോർഡിനാണ്. അതായത് നിർമ്മാണ മേൽനോട്ടം അത് പൊതുമരാമത്ത് വകുപ്പിന് കീഴിലാണ്. ആ ഒരു ബന്ധം മാത്രമാണ് ഈ പൊതുമരാമത്ത് വകുപ്പിനും ഈ റോഡുമായി ഉള്ളത്. എന്നാൽ ഇതിന്റെ റോഡിന്റെ യഥാർത്ഥ അവകാശികൾ എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് തന്നെയാണ്. പക്ഷേ ഇതിന്റെ പ്രചാരണ ബോർഡുകളിലോ പരസ്യങ്ങളിലോ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ പേരുണ്ടായിരുന്നില്ല. അതാണ് ഈ ഒരു പ്രതിഷേധത്തിനോ അല്ലെങ്കിൽ ഭിന്നതയ്ക്കോ കാരണമായി വിലയിരുത്തുന്നത്. മുഖ്യമന്ത്രിയെ ഈ ഭിന്നത അല്ലെങ്കിൽ ഇത്തരമൊരു ക്രെഡിറ്റ് ഏറ്റെടുക്കാനുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പൊതുമരാമത്ത് മന്ത്രിയുടെ ഇടപെടലിനെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പരാതിയായി മുഖ്യമന്ത്രി അറിയിച്ചു. അതേ തുടർന്ന് അവസാന നിമിഷം മുഖ്യമന്ത്രി പരിപാടി മാറ്റി എന്നുള്ള വിവരമാണ് പുറത്തു വന്നത്. എന്തായാലും ആ വിവരം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തള്ളുകയാണ്. ഇതിൽ തദ്ദേശ ഭരണ മന്ത്രിക്ക് അതൃപ്തിയുണ്ട് എന്നുള്ളത് വ്യക്തമല്ലേ? അദ്ദേഹത്തിന്റെ ഒരു ചിത്രം പോലും ഫ്ലെക്സ് ബോർഡിൽ ഇല്ല എന്നുള്ളത് നമ്മൾ നേരത്തെ അതിന്റെയൊക്കെ ദൃശ്യങ്ങൾ കണ്ടതുമാണ്. തീർച്ചയായും അത് തന്നെയാണ് ഇതിൽ ഏറ്റവും സുപ്രധാനം. ഈ റോഡിന്റെ യഥാർത്ഥ അവകാശി ആര് എന്ന് ചോദിച്ചാൽ അത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് തന്നെയാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പും തിരുവനന്തപുരം കോർപ്പറേഷനും സ്മാർട്ട് സിറ്റിക്ക് കീഴിൽ ഈ പദ്ധതി നടപ്പാക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയുടെ യഥാർത്ഥ അവകാശി എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി തന്നെയാണ്. പക്ഷേ ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം എന്ന് പറയുന്നത് കേരള റോഡ് ഫണ്ട് ബോർഡിന്, അത് പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള മറ്റൊരു വിഭാഗമാണ്. അവർക്ക് ഇതിന്റെ നിർമ്മാണ മേൽനോട്ട ചുമതല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഈ പദ്ധതി ഉദ്ഘാടനത്തിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി വന്നില്ല. അതിന്റെ പ്രചാരണ ബോർഡുകളിലോ പരസ്യങ്ങളിലോ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷിന്റെ ഫോട്ടോ ഉണ്ടായിരുന്നില്ല. ഫോട്ടോ ഉണ്ടായിരുന്നത് മുഹമ്മദ് റിയാസിന്റെയും മുഖ്യമന്ത്രിയുടെയും ഫോട്ടോ മാത്രമായിരുന്നു. അന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ പല ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നിരുന്നു. അപ്പോഴും പ്രതികരിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി തയ്യാറായില്ല. മുഹമ്മദ് റിയാസും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പ്രതികരിക്കാത്ത സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും അതിൽ ഒരു അതൃപ്തി ഉണ്ടായിരുന്നു. അതൃപ്തി കൃത്യമായി മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തി എന്നുള്ള വിവരം തന്നെയാണ് പുറത്തു വരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പരസ്യ പ്രതികരണത്തിന് എം.ബി. രാജേഷ് തയ്യാറായിട്ടില്ല. അനുജ, തിരുവനന്തപുരത്തെ സ്മാർട്ട് സിറ്റി റോഡ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അതിൽ പങ്കെടുക്കാതിരുന്നതിന് ചില വാർത്തകൾ വന്നത് തള്ളിക്കൊണ്ടാണ് CMOയുടെ ഇപ്പോൾ വിശദീകരണം വരുന്നത്. അനാരോഗ്യം മൂലം 3 പരിപാടികൾ റദ്ദാക്കിയിരുന്നു. മറ്റു വാർത്തകളെല്ലാം അടിസ്ഥാനരഹിതം എന്നുള്ളതാണ് വിശദീകരണം.